വേനൽ മഴയ്ക്കൊപ്പം എത്തുന്ന കാറ്റിനെ പ്രതിരോധിക്കാനുള്ള തിരക്കിലാണ് തൃശൂരിലെ മലയോര മേഖലയായ മാറ്റത്തൂരിലെ വാഴ കർഷകർ. കുലവന്നു തുടങ്ങിയ നേന്ത്രവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീഴാതിരിക്കാൻ പ്ലാസ്റ്റിക് വള്ളികൾ കൊണ്ട് താങ്ങുകൊടുക്കുന്ന രീതിയാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. നേന്ത്രക്കായ ഉൽപാദനത്തിൽ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റത്തൂരിൽ ഇക്കുറി ലക്ഷക്കണക്കിന് നേന്ത്രവാഴകളാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിലേറെയും പാടങ്ങളോട് ചേർന്നാണ്. തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം, ഈറോഡ്, സേലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വാഴക്കന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ കൃഷി. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കുലക്കുന്ന വാഴകളെ യഥാസമയം താങ്ങും കൊടുത്ത് നിർത്തിയാലേ വേനൽ മഴയോടൊപ്പം എത്തുന്ന കാറ്റിൽ നിന്ന് സംരക്ഷിക്കാനാവൂ എന്ന് വാഴ കർഷകനായ കടമ്പോട് സ്വദേശി ലോനായി പറഞ്ഞു. ഒരു കെട്ട് വള്ളി മേടിക്കണമെങ്കിൽ 190 രൂപ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 28 വാഴയ്ക്കൊക്കെ ഇടാം. അത് അഴിച്ച് കണ്ടിച്ച് കൂട്ടി കെട്ടി വരുമ്പോ അതിന്റെ ചെലവ് നോക്കുമ്പോ വലിയൊരു ചെലവാണ്. അത് മെനക്കെട്ട് ഇരുന്ന് എല്ലാം ചെയ്ത് ഇത് കെട്ടിയൊക്കെ വരുമ്പോ ഞങ്ങക്ക് വലിയ കാര്യമായിട്ടൊന്നും കിട്ടാനൊന്നുമില്ല. ആദ്യകാലം എന്ന് പറയുമ്പോൾ മുള ഉണ്ടായിരുന്നു 3,000 ഇപ്പൊ മുളയൊന്നും കിട്ടാനില്ല. കാറ്റാടി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞതാ. അത് പറഞ്ഞത് 100 രൂപ കൊടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കിട്ടിയാൽ തന്നെ ഒരു കൊല്ലത്തിൽ കൂടുതൽ ഇടാൻ പറ്റില്ല. പിന്നെ അത് നശിച്ചു. അത് കാരണം കൊണ്ട് ആൾക്കാർ ആരും അത് ഇടണില്ല. ഒക്കെ വള്ളി തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലത്ത് മുളങ്കാലുകൾ കൊണ്ടാണ് വാഴക്ക് ഊന്നു കൊടുത്തിരുന്നത്. മുളകൾ കിട്ടാനില്ലാതായതോടെ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന കാറ്റാടി മരമാണ് ഇതിന് ഉപയോഗിച്ചിരുന്നത്. ഒന്നിന് 100 രൂപയോളം വില കൊടുത്ത് കാറ്റാടി വാങ്ങി വാഴക്ക് ഊന്നു കൊടുക്കുമ്പോൾ കൃഷി ചെലവ് വർദ്ധിക്കുമെന്നതിനാൽ പ്ലാസ്റ്റിക് വള്ളികളാണ് ഇപ്പോൾ വാഴകളെ കാറ്റിൽ നിന്ന് സംരക്ഷിക്കാനായി കർഷകർ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നത്. ഓരോ വാഴകളുടെയും മധ്യത്തിലും തലഭാഗത്തുമായി 2 പ്ലാസ്റ്റിക് വള്ളികൾ ബന്ധിച്ച ശേഷം തൊട്ടടുത്തുള്ള വാഴയിലേക്ക് വലിച്ചു കെട്ടിയാണ് കാറ്റിനെ പ്രതിരോധിക്കുന്നത്. ഇത്തരത്തിൽ 30 വാഴകളിൽ കെട്ടാനാവശ്യമായ ഒരു കെട്ട് പ്ലാസ്റ്റിക് വള്ളികൾ 200 രൂപയോളം വില വരും. ഓരോ വർഷവും കൃഷിച്ചെലവ് വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ഉൽപ്പന്നത്തിന് വില കിട്ടുന്നില്ലെന്ന സങ്കടവും കർഷകർക്കുണ്ട്. 18 രൂപ നിരക്കിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വാഴക്കന്ന് വാങ്ങുന്നത്. വളത്തിന് വർഷം തോറും വില വർദ്ധിക്കുകയാണ്. തൊഴിലാളികളെ നിയോഗിച്ച് കൃഷിപ്പണികൾ ചെയ്യിക്കുന്നവർക്ക് കൂലിച്ചെലവിനത്തിലും നല്ലൊരു തുക വേണ്ടിവരും. ഒടുവിൽ വിളവെടുത്ത് വാഴക്കുല വിപണിയിലെത്തിക്കുമ്പോൾ മതിയായ വില ലഭിച്ചില്ലെങ്കിൽ കർഷകർ കടക്കിണിയിലാകും. സാധാരണയായി മെയ് അവസാനത്തോടെയാണ് മലയോരത്ത് നേന്ത്രക്കായ വിളവെടുപ്പ് ആരംഭിക്കുന്നത്. സീസൺ തുടക്കത്തിൽ മികച്ച വില കിട്ടാറുള്ളതിനാൽ കാലവർഷം തുടങ്ങും മുമ്പേ വിളവെടുപ്പിന് പാകമാകുന്ന രീതിയിലാണ് മിക്ക കർഷകരും കൃഷി ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കടുത്ത ചൂട് മൂലം നേന്ത്രക്കായ ഉൽപാദനം കുറഞ്ഞതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിച്ചിരുന്നു. ഇത്തവണ നേരത്തെ വേനൽ മഴ കിട്ടിയതിനാൽ കാലാവസ്ഥ അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് കർഷകർക്കുള്ളത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.